മെറ്റ് PSC ഡെയിലി 10 സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെൻ്റ്ലി 2021 ചോദിച്ച കുറച്ച് എക്സാമിലെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്പയർഡ് ടു എ 4-stroke engine of same size and RPM, a 2-stroke engine practically produces option A twice the power, option B same power, option C half the power, option D less than twice and greater than same power produced by the 4-stroke engine. ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ആൻസർ ഓപ്ഷൻ എ ട്വൈസ് ദ പവർ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഓപ്ഷൻ എ ട്വൈസ് ദ പവർ തന്നെയാണ് ബബിൾ ചെയ്യാൻ സാധ്യത കൂടുതൽ. നമുക്കറിയാം 4-stroke എൻജിൻ്റെ ട്വൈസ് ദ പവർ നമുക്ക് 2-stroke എൻജിൻ പ്രൊവൈഡ് ചെയ്യും. കാരണം അതിൽ നമ്പർ ഓഫ് സ്ട്രോക്സ് കുറവാണ്. പവർ സ്ട്രോക്ക് 4-stroke എൻജിൻ്റെ ഇരട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്വൈസ് ദ പവറാണ് ആൻസർ വരിക. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ പ്രാക്ടിക്കലി എന്നൊരു വേർഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ തിയറിറ്റിക്കലി ആണെങ്കിലാണ് ട്വൈസ് ദ പവർ ആൻസർ വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി ആവുന്ന സമയത്ത് ട്വൈസ് ദ പവർ എത്തില്ല. അപ്പോൾ അതിൽ കുറച്ച് പവർ കുറവായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഡി ആയിട്ട് ലെസ് ദാൻ ട്വൈസ് ആൻഡ് ഗ്രേറ്റർ ദാൻ സെയിം പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ 4-stroke എൻജിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. The next one, a flywheel is used to option A increase power produced by a system, option B decrease power fluctuations in the system, option C decrease power produced by a system, option D increase power fluctuations in the system. അപ്പോൾ നമുക്കറിയാം ഫ്ലൈവീൽ എന്ന ഡിവൈസ് പവർ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഡിക്രീസ് പവർ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ സിസ്റ്റം അതായിരിക്കും ആൻസർ വരുന്നത്. The next one, the functioning of a clutch can be improved by. അപ്പോൾ ഒരു ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് ലൈനേഴ്സ് വിത്ത് ബെറ്റർ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ, ഓപ്ഷൻ ബി ലൂബ്രിക്കേറ്റിംഗ് ദ കോണ്ടാക്ട് സർഫസസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ, ക്ലച്ച് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫ്രിക്ഷൻ ബേസ് ചെയ്യുന്ന ഒരു സാധനത്തിൽ ലൂബ്രിക്കേറ്റിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ലോസ് ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെറ്റർ കൺട്രോളിങ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ബി എന്തായാലും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സിയും നെഗ്ലക്റ്റ് ആവും. പിന്നെ നമുക്ക് ലൈനേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് 18A ആണ്. Providing liners with better coefficient of friction. Next one, function of a surge tank in hydraulic power plant system is to. അപ്പോൾ ഹൈഡ്രോളിക് പവർ പ്ലാന്റ് സിസ്റ്റത്തിൽ സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റോർ സർപ്ലസ് വാട്ടർ വിച്ച് ഓവർഫ്ലോസ് ഫ്രം ദ ഡാം. അപ്പോൾ ഡാമിലുള്ള ഓവർഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അക്യുമുലേറ്റ് ദ യൂസ്ഡ് വാട്ടർ ഫോർ ഇറിഗേഷൻ. ഓപ്ഷൻ സി റെഡ്യൂസ് വാട്ടർ ഹാമർ എഫക്റ്റ് ആൻഡ് ബ്രേക്കേജ് ഓഫ് പെൻസ്റ്റോക്ക് ഡ്യൂറിങ് സഡൻ ഓപ്പൺ ഓർ ക്ലോഷർ ഓഫ് വാൾവ്സ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ പ്രൊവൈഡ് പ്രോപ്പർ ലൂബ്രിക്കേഷൻ ടു മൂവിങ് പാർട്സ് ഓഫ് ടർബൈൻ ആൻഡ് ജനറേറ്റർ. ഈ ഒരു വേർഡ് കാണുമ്പോൾ ഓർക്കുക, സർജ് ടാങ്ക് വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെൻസ്റ്റോക്കിൽ സഡൻ വാൽവ് ക്ലോഷറിൻ്റെ ഒക്കെ എഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന വാട്ടർ ഹാമറിങ് എഫക്റ്റ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ടാങ്കായിട്ട് ആക്ട് ചെയ്യുന്നൊരു ടാങ്കാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. റെഡ്യൂസ് വാട്ടർ ഹാമർ എഫക്റ്റ് ആൻഡ് ബ്രേക്കേജ് ഓഫ് പെൻസ്റ്റോക്ക് ഡ്യൂറിങ് സഡൻ ഓപ്പൺ ഓർ ക്ലോഷർ ഓഫ് വാൽവ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് ഹസാർഡസ് എമോങ് പവർ പ്ലാന്റ്സ് ഓഫ് സെയിം റേറ്റിംഗ്. ഇപ്പോൾ സെയിം റേറ്റിങ്ങിൽ മോസ്റ്റ് ഹസാർഡസ് ആയിട്ടുള്ള പവർ പ്ലാന്റ് ഏതെന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്നത് തെർമൽ പവർ പ്ലാന്റ് വിത്ത് ഡീസൽ, തെർമൽ പവർ പ്ലാന്റ് വിത്ത് കോൾ, തെർമൽ പവർ പ്ലാന്റ് യൂസിങ് അതർ ബയോഫ്യൂൽസ്. അപ്പോൾ ഈ 3 ഓപ്ഷനും തെർമൽ പവർ പ്ലാന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും അസാഡസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആൻസറായിട്ട് വരുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് തന്നെയാണ്. And next question, the thermodynamic cycle used in a steam turbine based thermal power plant. സ്റ്റീം ടർബൈൻ്റെ വർക്കിംഗ് സൈക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റീം ടർബൈൻ ബേസ് ചെയ്യുന്നത് റാങ്കിൻ സൈക്കിളാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് ആ ഒരു വേർഡ് ഓർത്ത് വെക്കുക. സ്റ്റീം ടർബൈൻ്റെ വർക്കിംഗ് സൈക്കിൾ റാങ്കിൻ സൈക്കിളാണ്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെൽട്ടൺ വീൽ ടർബൈൻ ഈസ് ഓപ്ഷൻ എ റേഡിയൽ ഫ്ലോ ടർബൈൻ, ഓപ്ഷൻ ബി ആക്സിയൽ ഫ്ലോ ടർബൈൻ, ഓപ്ഷൻ സി ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ, ഓപ്ഷൻ ഡി മിക്സ്ഡ് ഫ്ലോ ടർബൈൻ. ഈ ഒരു ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിലുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു റേഡിയൽ ഫ്ലോ ടർബൈൻ ആണെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ ആണ്. അപ്പോൾ അത് പല ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആക്സിയൽ ഫ്ലോ ആണെങ്കിൽ കപ്ലാൻ ടർബൈൻ, ടാൻജൻഷ്യൽ ഫ്ലോ ആണ് പെൽട്ടൺ വീൽ ടർബൈൻ എന്ന് പറയുന്നത്. ഇനി മിക്സ്ഡ് ഫ്ലോ ടർബൈൻ ആണെങ്കിൽ മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാവരും പഠിച്ചു വെക്കുക. മിക്കവാറും ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് പെൽട്ടൺ വീൽ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണ്. ദ നെക്സ്റ്റ് വൺ, ഹൗ മെനി വാൾസ് ആർ ദർ ഇൻ എ 2-stroke എൻജിൻ. അപ്പോൾ നമുക്കറിയാം 2-stroke എൻജിൻ എന്ന് പറയുന്നത് വാൽവ് അല്ല, പകരം പോർട്ടുള്ള ടൈപ്പ് എൻജിനാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നൺ ഓഫ് ദിസ് ആണ് വരുന്നത്. അപ്പോൾ 2-stroke എൻജിനിൽ വാൽവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് 4-strokeും 2-strokeും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വാൽവ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻജിൻ 4-stroke ആണോ 2-stroke ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പകരമായിട്ട് ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട്, അങ്ങനെ 3 പോർട്ടുകളാണ് 2-stroke എൻജിനിൽ ഉണ്ടായിരിക്കുക. ദ നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് കോമൺ ബാലൻസ്ഡ് എൻജിൻ ഫയറിംഗ് ഓർഡർ ഫോർ എ 6-cylinder ഇൻലൈൻ എൻജിൻ. അപ്പോൾ 6-cylinder ഇൻലൈൻ എൻജിൻ്റെ മോസ്റ്റ് കോമൺ ടൈപ്പ് ഫയറിംഗ് ഓർഡറാണ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ഡി ആയ 153624 153624 ആണ് മോസ്റ്റ് കോമൺ 6-cylinder എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ വരുന്നത്. അപ്പോൾ ഇവിടെ 4-cylinder എൻജിൻ്റെ കേസിലും കൂടി ഓർത്ത് വെക്കണം. 4-cylinder എൻജിൻ്റെ 1342 ആണ് ഫയറിംഗ് ഓർഡറായിട്ട് വരുന്നത്. 4-cylinder ആകുമ്പോൾ 1342, 6-cylinder ആകുമ്പോൾ 153624. The next one, when the clutch is engaged, the spring pressure clamps the friction plate between the pressure plate and dash. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ഫ്ലൈ വീല്, ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ, ഓപ്ഷൻ സി ക്ലച്ച് പെഡൽ, ഓപ്ഷൻ ഡി റിയാക്ഷൻ പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ എന്ന ഓപ്ഷൻ ക്ലച്ചുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്തായാലും ഒഴിവാക്കാം. പിന്നെ വരുന്നത് ഫ്ലൈ വീല്, ക്ലച്ച് പെഡൽ, റിയാക്ഷൻ പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഒരു ബേസിക് ഫിഗർ നോക്കാം. ഈ ഒരു പ്രഷർ പ്ലേറ്റിൻ്റെയും ഫ്ലൈ വീലിൻ്റെയും ഇടയിലായിട്ടാണ് ആ ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ഫ്ലൈ വീലാണ്. ഈ ഒരു വീഡിയോയിൽ റീസെൻ്റ്ലി കേരള PSC ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വരുന്ന കുറച്ച് വീഡിയോസിലൊക്കെയായിട്ട് നമുക്ക് ഏറ്റവും റീസെൻ്റ്ലി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് കണ്ടിന്യൂസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതിൻ്റെ ബാക്കി വരുന്ന എല്ലാ സീരീസ് വീഡിയോസും പ്ലേലിസ്റ്റിലും ഐ ബട്ടണിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ യൂസ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.